ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്ക് ചെയ്യാത്ത ഒരു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. ഇതൊരു സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതെൻ്റെ മോൾക്ക് എക്സാമിന് ഫുൾ A+ കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് ഞാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് കേട്ടോ. തുറന്നു വെച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നൊരു ഇന്ത്യ പാക് യുദ്ധം പോലെ എല്ലാവരും കൂടെ അതിനകത്തൊരു അറ്റാക്കായിരുന്നേ. അപ്പോൾ കേക്കിന് വേണ്ടുന്നത് മാരി ഗോൾഡിൻ്റെ 1 കവർ ബിസ്ക്കറ്റ്, 1 കവർ പാല്, പിന്നെ ഫ്രഷ് ക്രീം വേണേ. അത് 2 കവർ വെച്ചേക്കുന്നത്. അത് ഒന്നിനകത്ത് കുറച്ചേ ഉള്ളൂ, ചെവിട്ടിൽ ഒരിത്തിരിയേ ഉള്ളൂ കേട്ടോ. അത് തന്നെയാണ് അത് 2 എണ്ണം എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഡയറി മിൽക്കിൻ്റെ മിഠായി, അത് നമുക്ക് 2 എണ്ണം മതി കേട്ടോ. ചെറുത് 2 എണ്ണം മതി. ഞാൻ പിന്നെ ഒരെണ്ണോട് ഇരുന്നത് അതിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. പിന്നെ ചീസും വേണം. ചീസല്ല, ബട്ടർ വേണം കേട്ടോ. അപ്പം ഞാൻ പാൽ ആദ്യം ഒന്ന് നമ്മൾ തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് പനീറാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഇതും അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യുന്നത് വെച്ചാൽ അടുപ്പത്ത് പാൽ തിളപ്പിക്കുമ്പോൾ തന്നെ ഈ ചോക്ലേറ്റും കൂടെ അങ്ങ് മെൽറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് ഈ ചോക്ലേറ്റും കൂടെ അങ്ങ് പൊളിച്ചെടുത്തത് കേട്ടോ. ഇനി ഈ ചോക്ലേറ്റ് നമുക്ക് ഒരു ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം പാൽ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ അങ്ങ് അടുപ്പത്ത് വയ്ക്കുകയാണേ. ഇനി ഈ പാലും ഇതും തിളച്ച് വരുമ്പം പാൽ തിളച്ച് വരുമ്പം ഇതിനെ നമുക്ക് പനീറാക്കി എടുക്കണം. പനീറാക്കുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തിളച്ച പാലിനകത്തോട്ട് നമ്മളെന്തെങ്കിൽ നാരങ്ങ നീരൊഴിച്ച് കൊടുത്താൽ മതിയേ. ഇത്രയും പാട് വേണ്ട പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഇത് പനീർ നമ്മൾക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ പാലിരുന്ന കാരണം ഞാൻ ഇത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് തിളച്ച പാലിനകത്തോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിലങ്ങ് പിരിഞ്ഞ് വരുമ്പോൾ അത് നമ്മൾ അരിച്ചെടുക്കുമ്പം പനീറായിട്ട് കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ കണക്ക് വരും. ഈ പിരിഞ്ഞ ഇതിനെ നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ആ വെള്ളമെല്ലാം ഒന്ന് ഞെക്കി എടുത്ത് കഴിയുമ്പം പനീറായിട്ട് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലേ, അതൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കണേ. എന്നിട്ട് അതിനകത്തോട്ട് ബട്ടർ ചൂടാക്കി അതിനകത്തോട്ട് ആ ബിസ്ക്കറ്റിൻ്റെ പൊടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ബട്ടറും ബിസ്ക്കറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ. ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണേ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് പനീർ ഉണ്ടാക്കിയില്ലേ, അതും പിന്നെ നമ്മളെ ഫ്രഷ് ക്രീം ഉണ്ടല്ലേ, അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് അടിച്ചെടുക്കണം. ഒരു ക്രീം പോലെ അടിച്ചെടുക്കണം. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പനീറും ഫ്രഷ് ക്രീമും പഞ്ചസാര ഇതൊന്നും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 2ാമത്തെ ലെയറാണ് അത് കേട്ടോ. 3ാമത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലേ, നമുക്ക് വേറെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഡയറി മിൽക്ക് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, വേറെ ചോക്ലേറ്റും എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒരു ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ 3ാമത്തെ ലെയർ. ഈ 3 ലെയർ ആകുമ്പോഴേ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആകും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ആദ്യം അടിച്ച് വെച്ചിരുന്ന ഫ്രഷ് ക്രീമും പനീറും പഞ്ചസാരയും കൂടെ ചേർത്ത മിക്സ് ഉണ്ടല്ലേ, അത് ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ലെയറിൻ്റെ മുകളിലോട്ട് തന്നെയാണ് നമ്മൾ ഇപ്പം ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ ക്രീമാക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ ഒഴിച്ചു കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ മറ്റേതും ക്രീമി ടെക്സ്ചറിലിരിക്കുകയാണ്, ഇതും ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് യോജിച്ച് പോവരുത്. 2 ലെയറായിട്ട് തന്നെ കിട്ടണം. നമ്മൾ സ്പൂൺ വെച്ച് പെയ്യനെ സാവധാനം ഇത് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ ഇതൊരു ലെയറായിട്ട് കിട്ടും. ഇത്രയാകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണി തീർന്നു കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും കേട്ടോ.
ഞാൻ പിന്നെ ആണെങ്കിൽ അതിനകത്ത് ഇച്ചിരി മിനുക്ക് പണിയും കൂടെ ചെയ്തിട്ടുണ്ടേ. നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരുന്ന ഇച്ചിരി ബിസ്ക്കറ്റിൻ്റെ പൊടി ബാലൻസ് ഉണ്ടായിരുന്നേ, അത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചോക്ലേറ്റ് അധികം ഉണ്ടായിരുന്നെന്ന്, ആ ചോക്ലേറ്റ് ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് ഞുറുക്കി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന കണക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അത് ഞാൻ അങ്ങനെ എന്നിട്ട് അടച്ച് നമ്മൾ 2 മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ വെച്ച് കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തുറന്നു വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു യുദ്ധം പോലായിരുന്നേ, എല്ലാവരും കൂടെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഓരോ സ്പൂൺ ആദ്യം എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു യുദ്ധം പോലായിരുന്നേ. അങ്ങനെ എല്ലാവരും ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക്